പേഴ്സണൽ ലൈഫും ബിസിനസ്സും ഒരു ഇന്റർലിങ്ക് ചെയ്തിട്ട് എന്തായാലും ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് ഒരു പ്രൊഡക്റ്റ് കമ്പനീൻ്റെ ഒരു ആംഗിളിലാണ് ഞാൻ പറയുന്നത്. സർവീസ് കമ്പനി റൺ ചെയ്യുന്നെങ്കിൽ ആക്ച്വലി കൺട്രോൾ ഉള്ളത് ഫൗണ്ടറിൻ്റെ കയ്യിലാണ്. ആസ് എ പ്രൊഡക്റ്റ് കമ്പനി നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ കൺട്രോൾ നമ്മുടെ കയ്യിൽ മാത്രമല്ല, കസ്റ്റമറുടെ കയ്യിലുണ്ട്, നമ്മളെ നടുക്കുള്ള പാർട്ട്നേഴ്സിൻ്റെ കയ്യിലുണ്ട്, ഇതേപോലത്തെ കുറേ നമ്മളെ വെൽ വിഷേഴ്സിൻ്റെ കയ്യിലുണ്ട്. സോ നമ്മൾ കുറച്ചധികം ഒബ്ലിഗേറ്ററി ആണ് ബാക്കിയുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എന്താണെങ്കിലും കീപ്പ് ഓൺ വർക്ക് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക് എത്തേണ്ടി വരും. വർക്ക് ലൈഫ് ബാലൻസ് ഇസ് വെരി ടഫ്. ഈ അടുത്ത് നിഖിൽക്കമ്മത്ത് ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കുട്ടികൾ ഉണ്ടാകുന്ന താല്പര്യമില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം കൂടി എനിക്ക് ബിസിനസ്സിലേക്ക് ചെലവഴിക്കാം. പുള്ളി പറഞ്ഞ വെച്ചാൽ ഈ കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ എന്നെ നോക്കുന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ. എന്തിനാണ് ഞാൻ ഒരു 18, 20, 25 വർഷം വേസ്റ്റ് ചെയ്യുന്നത്? അത് ഈ മിഡിൽ ക്ലാസ്സിലുള്ള മെജോറിറ്റി ആൾക്കാരും വീടെടുക്കുന്ന പോലെയാണ്. സോ അതവരെപ്പോൾ റിയലൈസ് ചെയ്യുന്നു, അപ്പോൾ നിൽക്കമ്പത്ത് പറഞ്ഞത് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നത്.